ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണം ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്ദന വീട്ടിൽ തന്നെയാണ്. അപ്പോൾ മണിയമ്പാറയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഉണ്ണിക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിരുന്നു, ട്രിപ്പൊക്കെ ഇട്ടിരുന്നു കേട്ടോ. ഉണ്ണിക്ക് വയ്യാതെ, പക്ഷേ ആൾക്ക് ഓക്കെ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പോകാനൊന്നും വയ്യ. എങ്കിലും അവരെല്ലാവരും വിളിക്കാൻ തുടങ്ങി. പോയില്ലെങ്കിൽ അതൊരു എല്ലാവർക്കും ഒരു വിഷമം. കാരണം ചെന്നൈയിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു ഉഷാറില്ല കേട്ടോ. കാരണം ഉണ്ണിക്കൊക്കെ ഒന്ന് വയ്യാന്ന് പറഞ്ഞപ്പോഴേ ഉഷാറില്ല. കുട്ടികൾക്ക് വയ്യ പറഞ്ഞാൽ തന്നെ നമ്മൾക്കൊരു സുഖം ഉണ്ടാവില്ല അല്ലേ. പിന്നെ ചെറിയൊരു കുട്ടി പൂക്കളൊക്കെ ഇട്ടു. നമ്മൾ ഇത്ര ദിവസം നമ്മുടെ പൂക്കളം ഇട്ടതാണല്ലോ. നമ്മുടെ പൂക്കളമൊക്കെ ഇട്ട് ഇപ്പോൾ റെഡി ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള വീഡിയോകൾ തിരുവോണം വ്ളോഗൊക്കെ ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷൻ അങ്ങോട്ട് എടുത്ത് കാണിക്കാം. ഡ്രസ്സ് മാറിയിട്ടില്ല, അവിടെ ചെന്നിട്ട് മാറുള്ളൂ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ചേട്ടാ, അപ്പോൾ ഇതാണ് കേട്ടോ. എന്നാലും പാവം ഒന്ന് രാവിലെ എണീട്ടൊന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. ഒരു 1 വീക്കൊക്കെ ആയിട്ട് ആൾ ഇതും വെച്ച് നടക്കുന്നു. ഞാൻ 1 വീക്ക് ഞാൻ ഫുള്ള് ബിസി ആയിരുന്നു. ബിക്കോസ് എനിക്ക് ലോട്ട്സ് ഓഫ് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം ഫുള്ള് വെയിലത്തും ചാടിത്തുള്ളി നടക്കലും അതൊക്കെ ആയിരുന്നു. പിന്നെ ലൂസ് മോഷനും എല്ലാം കൂടി ആയപ്പോൾ എൻ്റെ ബോഡി ഇപ്പോൾ വീക്കായി. അതെ, അതും 1 വീക്കൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നലെ പോയിട്ട് ട്രിപ്പൊക്കെ ഇട്ടിട്ട് വന്നു. ഇനിയിപ്പോൾ ഇന്ന് വീട്ടിൽ പോയി ഇളനേരം ട്രിപ്പ് എന്നാ പറഞ്ഞേ. അതല്ല ട്രിപ്പ് ഞാൻ പറയാ, ട്രിപ്പിനല്ല പോയത്. ഓക്കെ. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മള് ഇളനീരൊക്കെ വെട്ടി കൊടുക്കാം കേട്ടോ. ഇവിടെ ഇരിക്കും, ചുണ്ടിൽ ഇവിടെ ഇരിക്കും. ചേച്ചി ഒരു ബ്ലാക്ക് ബാൻഡ് ഓണം വൈബ്. വാവക്കുട്ടിയുടെ ഡ്രസ്സ് കോസ്റ്റ്യൂം ഇതാണ്. വാവക്കുട്ടി ഒക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ പോയിട്ട് റെഡി ആണ് കേട്ടോ. ഇവിടെ രാവിലെ തന്നെ ഒക്കെ എടുത്തിട്ടുണ്ട്. മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അത് നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് ഇരിക്കുന്നത്. ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് ചെക്കന്മാർക്കൊക്കെ ഇടില്ല ഇങ്ങനത്തെ കുത്ത്, അതുപോലെ ഇട്ടത് മേടിക്കുക. തുടച്ചിട്ട് അമ്മമാര് കുറി തൊട്ട് വരുമ്പോ ഇങ്ങനെയൊക്കെ തൊട്ട് വരും. ഗോപകുറി ഇട്ട പോലെ നമ്മുടെ പൂക്കളം കാണിച്ചു കൊടുക്ക്. ശരി, ഞാൻ ഇതാണ് പൂക്കളം ഇട്ടത്. നമ്മൾ കുഞ്ഞു പൂക്കളാണ് ഇട്ടേക്കുന്നത്. കാരണം വലിയ പൂക്കളം പോയിട്ട് അവിടെ പോയിട്ട് മണിയമ്പാറ പോയിട്ട് ഇടണം. അവരൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഈ കുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും ആയിട്ട് വൈകി. അപ്പോൾ എന്തായാലും ടാറ്റ, പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ആ കുട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്, പോവാം. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ചെറുതിനെയും കൊണ്ട് പോവാനേ വല്ല തൊയിരുണ്ടോ. അതിപ്പോൾ ഇതാ വീടിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കും. എന്തോ എടുക്കാൻ വേണ്ടി മറന്നോട്ട്. ഈ ബാഗില്ലേ, ഈ ബാഗ് ഒരു രക്ഷയില്ല കേട്ടോ. അതിൽ എന്തൊക്കെ ഒരു സാധനം കൊള്ളുന്നറിയോ, ഞാൻ കാണിച്ചു തരാം. വയ്യെങ്കിലും ഒരു കുറവുമില്ലേ തല്ലടിക്കാൻ. രണ്ടെണ്ണത്തിനും കണ്ടെടുത്തി കിടക്കുന്നുണ്ട്. അവള് മറ്റേ മൂന്നാറ് റിസോർട്ടിൽ പോയി എന്നാണ് അവളുടെ വിചാരം. അവളെ ടൂറ് പോയിട്ട് ട്രിപ്പിന് പോയിരിക്കാന്നാണ് അവളുടെ വിചാരം. അവള് കിടക്കുന്നുണ്ട്. അതെ, ഞാൻ ചേച്ചിക്കൂടെ ജീവൻ പാതിയുള്ള കുരു ഇന്ന് ചിരിക്കണ്ട. എന്തിനാണാവോ മമ്മിയുടെ കുറെ കോമഡി കേട്ടിട്ട് തന്നെയല്ലേ. നിങ്ങൾക്ക് അതെ, നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ വെച്ചിട്ടാ ഞാനേ. വേണ്ട. അപ്പൊ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷൻ അല്ലല്ലോ, അതല്ലേ. അത് നന്നായി. എന്തായാലും ജീവിതം വെച്ചുള്ള കളി എന്റെ എന്റർടൈൻമെന്റിനെ ബാധിപ്പിക്കരുത്. എന്നിട്ട് ലാസ്റ്റ് തലിക്കണല്ലേ തള്ള എങ്ങടെ എന്റർടൈൻമെന്റ് ആരാണ് എനിക്കത് പോയി പറയാൻ വേണ്ടിട്ടല്ലേ. അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. സെൻട്രലിൽ ഉറങ്ങി. സെൻട്രലിൽ കൈയൊക്കെ വെച്ചിട്ട് ഉറങ്ങുന്നത് കണ്ട. കൈ മാറ്റി JCB വാങ്ങേണ്ടി വരും. ഇതാണ് നമ്മളുടെ പാലം, ഭാരതപ്പുഴ. JCB കഥ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് മണിയമ്പാറ വീടെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അവര് വണ്ടിയൊക്കെ ഇട്ട് ഇട്ടിട്ട് സ്ഥലം കളഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ വണ്ടി എവിടെ ഇടുന്ന അറിയില്ല. മാമയുടെ കാറ് ഇല്ല. മാമയുടെ കാറില്ല. ഞാൻ ഇറങ്ങട്ടെന്നാ. നീ കേറണം അപ്പോഴാണ്. അപ്പൊ നമ്മുടെ സുഖിയേട്ടൻ കണ്ടിട്ടില്ലേ ജിങ്കിരി? ഈ കാറിൽ ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മള് കാറ് വാഷ് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് പ്രൊമോഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പരീക്ഷിച്ചതാണ്. പിന്നെ നമ്മൾ തുടയ്ക്കാൻ വേണ്ടി മാറുന്നു. ഓ, വാവയുടെ ജിങ്കിരി
ഇനി എത്ര ആള് വരാണ്ടറിയോ? ഇത് മാമ എത്തിയത്, ഇത് നമ്മുടെ വിക്കി ടീം, ഇത് നമ്മുടെ ഉണ്ണിവാ വ്ളോഗ്സ്. ഇനി ഇവിടെ എത്ര ആൾക്കാർ വരാണ്ടറിയോ കുടുംബത്തില്? ഇനി ഉണ്ണിച്ചക്കൻ ഫാമിലി വരാണ്ട്, മറ്റേ വേറെ സിനിക്കുട്ടി ഫാമിലി വരാണ്ട്, സനിക്കുട്ടൻ ഫാമിലി വരാറുണ്ട് അല്ലേ? അവര് വന്ന റോഡിൽ പുറത്ത് നിർത്തേണ്ടി വരും വണ്ടി. പൂക്കളം ഞണ്ടോ മാറ്. ഇതാണ് കേട്ടോ പൂക്കളം. ഓക്കെ, ഇതൊക്കെ എന്റെ പൂക്കളം. ഞങ്ങളിത് മിസ് ചെയ്തു, കാരണം ഇംഗ്ലീഷ് നമ്മളിതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒക്കെ നിൽക്കാറുണ്ട് കേട്ടാ. ഹാപ്പി ഓണം. മോനെ അമ്മേനെ കാണാണ്ട് ശങ്കടായിടി കാണില്ല. അമ്മേനെ കാണാണ്ട് ശങ്കടായിടി കരഞ്ഞ എന്നെ തേടി കേട്ടാ. എന്നെ തേടി അതാ എന്നെ ശ്രദ്ധിക്കാണ്ട് പോവട്ടാ. എന്നെ കണ്ടിട്ടില്ല. ഞാൻ ഉണ്ണിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കാര്യം കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഒളിച്ചോടിച്ചതൊക്കെ എല്ലാവർക്കും എന്റെ മമ്മിക്കുട്ടിയുണ്ടോ? എല്ലാവർക്കും സാരിയൊക്കെ കൊടുത്ത് ആള് ക്ഷീണിച്ചു. എന്റെ സുന്ദരി കുട്ടിയുണ്ടോ? ഇതിട്ടില്ലേ? ഹായ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ്. സാരി എടുത്തു കൊടുക്കുന്നത് എന്റെ മമ്മി. ഇവിടെ എല്ലാവരും ഗൈസ്. അപ്പൊ നമ്മുടെ വല്യമ്മയും മമ്മി ഇതാവും എല്ലാവരും റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓ സുന്ദരി സുന്ദരി, ഇത്രയും നേരം കണ്ണെഴുതിയില്ലേ മമ്മി? കണ്ണെഴുതി കാണിച്ചു സുന്ദരിയെ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇവിടെ റീല് പഠിച്ചോണ്ടിരിക്കും. ഉണ്ണി ഇപ്പഴാണ് കാണിച്ചത് ഡാൻസ്. അപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ണി പഴം കഴിക്കാൻ എനിക്ക് വിശന്നിട്ട് വയ്യ ഗൈസ്. ബൈ. ഹലോ. അപ്പൊ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ഇതാണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അയ്യോ, ഞാനൊരു ചന്ദനക്കുറി തുറന്നു വെച്ചിട്ട് ഞാൻ തൊട്ടിട്ടില്ല, മറന്നു. ഓക്കെ, മാഞ്ഞു കേട്ടോ രാവിലെ തൊട്ടത്. ഉണ്ണി വാവ അവിടെ എന്തോ ഒരു ഡാൻസ് എടുക്കാനുള്ള പ്രാക്ടീസിലാണ്. ഓക്കെ, മതി മോനെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് ഹാപ്പി ഓണം കേട്ടോ. എല്ലാ ഹോൾ ഫാമിലി ഉണ്ട്. ചേച്ചി മാത്രം ഇല്ല കേട്ടോ, കാലൊടിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ എല്ലാരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആള് മാത്രം ഒരു ഫാമിലി ഫോട്ടോ കിട്ടേണ്ട അങ്കാണ്. കുട്ടിയും പട്ടാണോ എല്ലാം കൂടി ആയിട്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് സിൽക്കൻ. ഓക്കെ, ബൈ ബൈ ബൈ. അപ്പോ ഒരു സെക്ഷൻ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇനിയും എല്ലാവരും ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മള് വാവക്കുട്ടിക്ക് നറുക്ക് കിട്ടിയിട്ടുണ്ട്. അവള് ഫുഡ് കഴിക്കായിരുന്നു. വാവക്കുട്ടി ഞാനായിട്ട് ചെറുതായിട്ടൊരു ഉടക്കലാണ്. അതാണ് ഫേസ് ഇങ്ങനെ മത്തങ്ങി കുത്തിയിട്ട് മുഴിച്ച പോലെ ഇരിക്കുന്നത്. നിങ്ങൾ കാര്യം കണ്ട അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ശരിയാക്കണം. ജയ്, എങ്ങനെയുണ്ട് ഫുഡ്? അല്ലാണ്ട ചേട്ടാ എങ്ങനെയുണ്ടാ ഫുഡ്? നന്നായിട്ടോ? കണ്ണാ എങ്ങനെയുണ്ട്? മോനെ എങ്ങനെയുണ്ടടാ?
ഇനി ഒരാൾ കൂടെ ഉണ്ടല്ലോ, നീ ഒളിഞ്ഞിരിക്കല്ലേ? അമ്മച്ചന് സീറ്റ് കിട്ടിയില്ലേ? സ്ഥലം കിട്ടിയില്ല, നമുക്ക് അടുത്തതിന് ഇരിക്കാം കേട്ടോ. ഇതാണ് മെയിൻ. സ്നാക്ക് വിക്കി എവിടെ? വിക്കിന് ആ ചെക്കനാണല്ലോ അവിടെ. വിക്കിന് കാണാനില്ല, ടോയ്ലറ്റിന്റെ ഉള്ളിൽ പോയിരിക്കണം. അങ്ങോട്ട് വാ അച്ഛമ്മ. അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്ക്. പാവ അമ്മ മാത്രം തിരക്കില്ല. അതാ കുട്ടീനെ കൊണ്ടിരിക്കണണ്ട. കുട്ടി ചെക്കനെ കണ്ടാക്കാൻ നിൽക്കുന്നത്. ഒന്നും കേൾക്കണില്ല. ഇങ്ങനെ വേദന തലവേദന വന്നിട്ട് ചെവിയിൽ അടഞ്ഞിരിക്കാന്ന് തോന്നുന്നുണ്ടോ? സാമ്പാർ വെച്ചിട്ട് ബ്രോ ആട്ടം കേട്ടില്ല. തക്കടു തക്കുമ്മ. ഓക്കെ, ഞാൻ ഇവിടുത്തെ പൂക്കളം കാണിച്ചു തരാം കേട്ടോ. പൂക്കളം 2 പൂക്കളം ഇട്ടിട്ടുണ്ട് ഇവര്. ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇട്ടത്. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക് ഇട്ട് ഇത് പവിച്ചേച്ചും കണ്ണനും കൂടി ഇട്ടോ. ഓക്കെ, ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ റെഡി ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹിയർ അച്ചു സുന്ദരിക്കുട്ടി ആയിട്ടുണ്ടല്ലോ. ഹാപ്പി ഓണം. താങ്ക് യു. അപ്പം എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ അമ്മമ്മയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഓരോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വേഗം ഞാൻ ആദ്യം തന്നെ ഞാൻ റെഡിയായി. കാരണം ഇനിയിപ്പോൾ തിരക്കായ പിന്നെ ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ റെഡിയായി. ഇപ്പം എന്നോ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ അച്ഛൻ്റെ ഔട്ട്ഫിറ്റും എൻ്റെ ഔട്ട്ഫിറ്റും കാണിച്ചു തരാം. ആദ്യം അച്ഛൻ എൻ്റെ കാണിക്കട്ടെ. അച്ചുട്ടിയുടെ ഡ്രസ്സ് ഇതാണ്. സുന്ദരി എൻ്റെ ബാക്ക് തിരിഞ്ഞ് ഒരു കറക്കം, ഒരു പോസിട്ടെ. ഇതാണ് ചേച്ചിയുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത് ഇന്നലെ രാത്രി 9 മണിക്ക് പോയി എടുത്ത സെറ്റ് സാരിയാണ്. ഈ ബ്ലൗസ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലൗസ് എടുത്തതാണ്. അതിൻ്റെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ ഇട്ട പച്ച വളയാണ് ഗൈസ്. രസമുണ്ടോ അച്ചു? രസമുണ്ടോ ഇതിന്? അടിപൊളി. പിന്നെ റെഡ് കമ്മൽ എനിക്ക് കിട്ടിയില്ല. ആ ബാക്കിലെ മുടി ഓക്കെ. നമ്മളെപ്പോഴും ഞാൻ പിന്നെ അങ്ങനെയൊന്നും കെട്ടിയില്ല കേട്ടോ. ചുമ്മാ സെൻറ്റർ പാർട്ടീഷൻ്റെ എടുത്തിട്ട് ചുമ്മാ ഒരു ഇട്ടതാണ്. പിന്നെ അരളിപ്പൂ എന്നല്ലേ ഇതിനെ പറയുക, അരളിപ്പൂവാണ് ഞാൻ വെച്ചത്. എപ്പോഴും നമ്മൾ ഓണത്തിന് പൂവ്, ഞാൻ ഓണത്തിന് എപ്പോഴും മുല്ലപ്പൂവാണ് ഇടുക. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക്. പിന്നെ എൻ്റെ ബ്ലൗസിന് കളറും അതാണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. ഇവിടെ യെസ്, മമ്മിയും വാക്കുട്ടി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഗൈസ്. കം ഓൺ. വല്യമ്മ ഇവിടെ സദ്യ സൂപ്പർ, ഒരു രക്ഷയില്ല. എവിടെ എന്റെ സുന്ദരി? എവിടെ എന്റെ സുന്ദരി? സുന്ദരിനെ കാണാനല്ലോ അവിടെ. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ ഫുൾ ഫോട്ടോഷൂട്ടിലാണ്. കരഞ്ഞോണ്ടേ. അതെ, പക്ഷെ വീഡിയോയിൽ കാണുമ്പോ നമ്മുടെ എല്ലാവരുടെയും ഔട്ട്ഫിറ്റ് ഒരുപോലെ ഉണ്ട് ഓൾമോസ്റ്റ്. വാവടി അതെ, വാവൊപ്പം നിൽക്കുമ്പോഴും ചെറിയൊരു മാച്ചിങ് വരുന്നുണ്ട്. പക്ഷെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തത് വല്യമ്മയുടെ ചേച്ചിയുടെ പിന്നെയും മാച്ചാണ്. മമ്മിയുടെയാണ് ഗൈസ്, മമ്മിയുടെ ബ്ലൂ കളറാണ്. അതെ, ഹാപ്പി ഓണം പറയണം അമ്മച്ചൻ പോയിട്ട്. സുന്ദരി എവിടെ? എന്റെ സുന്ദരി എവിടെ? ചേട്ടാ ഹായ് ഗൈസ്. ഇപ്പൊ ഞങ്ങളെല്ലാരും മാമ ഹായ്. പൊന്നുമക ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം ഫ്രിജി. ഹാപ്പി ഓണം. അതെ അതെ. ഇപ്പൊ വാവക്കുട്ടിയും ഇവിടെ ഓണം. ഗുഡ്, അത് കറക്റ്റ് ആയില്ലേ വീണു. ഒക്കെ ഗൈസ് ഭയങ്കര തിരക്കാണ്, ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് അവര്. മോനെ അവൻ ആ ഡ്രസ് ഇഷ്ടപ്പെട്ടില്ല, അതാണ് സംഭവം. എലീജ മോനെ എന്റെ മമ്മിയെ മാത്രമാണ് കാണാത്തത്. പൊന്നു ചിച്ചിരി ചിച്ചി ചിച്ചി.
ചിച്ചയുടെ ഷർട്ട് അതാ ഇല്ലടെ പോയില്ല. നമ്മുടെ എബിമോൻ ഡ്രസ്സൊക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുത്ത് സെറ്റായി നിക്കുന്നുണ്ട്. എബിമോനെ ചെക്കൻ കണ്ടോ കൈ സീനായിട്ടുണ്ട്. എബിമോനെ എബിമോനെ സിംഗിൾ അതാ വരോ അല്ലേ? എവിടക്കട ചെക്ക പറക്കണേ? ഫോട്ടോ അല്ല ഇത് വീഡിയോ. ഓക്കെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്ക. തക്കടൂരെ നോക്കി കൈ സുന്ദരി കുട്ടിയായിട്ടുണ്ട്. തക്കടൂര് പൊട്ടിട്ടില്ലേ പൊന്ന? ഏട്ടാ ഇപ്പൊ ലുക്കായല്ലോ. കേരള ബോയ് ആയിട്ടെ മലയാളി ബോയ്. അയ്യോ 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 നിങ്ങൾ വിചാരിക്കും ഇവിടെ അടിയാണെന്ന്. പക്ഷെ ഇവിടെ അടിയല്ലിട്ട് നമ്മള് സദ്യ കഴിക്കുന്നതിന്റെ ഒരു തിരക്കാണത്. പിന്നെ ഇതെങ്ങനെ കഴിക്കുക? വെറുതെ അയ്യോ അയ്യോ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാണ്ട് കൂളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്മമ്മ. കൊറേ നേരം കിടന്ന് കളിക്കണോ? ചേച്ചി എന്നോട് ചോദിച്ചോ എന്ത് സാമ്പാർ ഊത്ത് ഒഴിക്കട്ടെ ഒഴിക്കട്ടെ. കൊറേ നേരം ചോദിക്കണോ? അപ്പൊ ഞാൻ ചോദിച്ചോ സാമ്പാറില്ലാണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വെറുതെ പറഞ്ഞു. എന്നിട്ട് അച്ഛന് കൊടുക്കണം. അതാ പറഞ്ഞു ഊത്തുന്ന്. എന്റെ അടുത്തോ? എന്റെ അടുത്ത് എനിക്ക് പപ്പട ഇഷ്ടമല്ല. മേക്കപ്പ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും മേക്കപ്പ് ചെയ്ത് കൊടുത്തത് വാവക്കുട്ടിയാണ് കേട്ടോ. തക്കുടു മേക്കപ്പ് ഡൺ ബൈ വാവക്കുട്ടി. അച്ചുട്ടിയുടെ മേക്കപ്പ് ഡൺ ബൈ അച്ചുട്ടി ആൻഡ് വാവ ചേച്ചി അല്ലേ? ഏയ് കപ്പിൾസ് ലുക്കിംഗ് ക്യൂട്ട് രണ്ടുപേരും. ഞാനില്ലാണ്ട് എന്ത് കപ്പിൾസ്? ആൾക്കാർ ഓരോ ഇതിലാണ്. ഞാൻ ഈ ഒരു റൂമിക്ക് കയറിയ ഗൈസ് പെൺപടകളാണ്. ഓരോ ആൾക്കാർ ഓരോ ലുക്കിലാണ് നിൽക്കുന്നത്. ചെക്കൻ കണ്ടോ ഗൈസ് കരഞ്ഞ് അലമ്പാക്കാണ് അവൻ. നമ്മളെ ഒന്നുമില്ല എന്റെ ഷർട്ട് അമ്പോ അവൻ ആകെ ആകെ കൈന്റെ അത്രയുള്ളൂ. അവന്റെ കോസ്റ്റ്യൂം കണ്ടോ ഗൈസ്? ഓണം അവൻ ആഘോഷിക്കണേ. സുന്ദരി നീക്ക് ഹായ് പറ. ഹായ് ഗൈസ് എന്ന് പറ. ഹായ് ഗൈസ് എന്ന് പറ. ഇങ്ങനെ 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 ലിപ്സ്റ്റിക് ഇട്ടുതരാം. നീ ഉമ്മ കൊടുക്ക. എല്ലാവർക്കും ഉമ്മ കൊടുക്ക. നീ ചുണ്ട് നേരെ ഫ്ലെയിം കീസ് കൊടുക്ക്. നേരെ കൊടുക്ക്. നമ്മുടെ തക്കുടൂരിന്റെ ഡ്രസ്സ് പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണം കൊണ്ടുപോയത് ആന്റിയാണ് ഗൈസ്. കാലൊടിഞ്ഞ് കിടക്കുകയാണ്. നമ്മള് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഓണത്തെ പറ്റി എന്താണ് 2 വാക്ക്? സൂപ്പറായില്ലേ? അതെ ഇപ്രാവശ്യത്തെ ഓണം ആന്റി കൊണ്ടുപോയില്ലേ? എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞോളൂ. ഓക്കെ കണ്ണാ എന്തുണ്ട്? കണ്ണന്റെ ഡ്രസ്സ് ഒന്ന് നീറ്റിരുന്ന് കാണിക്കി നോക്കട്ടെ. അമ്പോ ചെക്കൻ വലിയ ചെക്കനായി. എടുത്തോണ്ട് നടന്ന കൊച്ചുങ്ങളാ. അവൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് ലുക്കായിട്ടുണ്ട്. ഓണത്തെ പറ്റി 2 വാക്ക്. ഹാപ്പി ആണല്ലേ? കണ്ണന്റെ ഫ്രണ്ട്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പാവി ചേച്ചി ഇട്ട പൂക്കളം, പാവി ചേച്ചിയും കണ്ണനും കൂടി ഇട്ട പൂക്കളം എന്നാണ് അച്ചു പറയണത്. ഇത് അച്ചു ഒറ്റയ്ക്ക് ഇട്ട പൂക്കളം. എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യെസ്. പിന്നെ കണ്ണനും കണ്ണന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. യോ ഓക്കെ ഗൈസ് ഒന്നും പറയണ്ട. ഗൈസ് ഒന്നും പറയണ്ട. ഇയാളെന്താ കാട്ടുന്നത്?
ഒന്നും പറയണ്ട, ഈ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ എന്റെ പപ്പ പറയും. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ എന്റെ പപ്പ പറയും എന്നാ ശരി നീ ഒന്നും പറയണ്ട, അത്ര ബുദ്ധിമുട്ടാണ് നീ എന്നോട് പറയണ്ടെന്ന് പറയും. നമ്മൾ പറയാ ഒന്നും പറയണ്ട ഇന്നത്തെ ദിവസം അങ്ങനെയല്ലേ പറയാം. അപ്പൊ പപ്പ പറയും ഒന്നും പറയണ്ടെങ്കിൽ നീ പറയണ്ട പറയും. അപ്പൊ നമ്മള് സദ്യ കഴിക്കുന്നത് സാമ്പാറൊക്കെ ഉണ്ട്. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, ബിക്കോസ് അത്രയും നോയ്സാണ്. ഒരു ശാന്ത കുടുംബമല്ല, ഒരു പൊട്ടിത്തെറിച്ച കുടുംബമാണ് എന്റെ. മാമയും തക്കടും കൂടി ഒളിച്ചു കളി കളിക്കാണ് ഗൈസ്. കുറെ നേരം ടേബിളിന്റെ അടിയിൽ നിന്നൊക്കെ ഒരാള് വരും. ഞാൻ ആരെ നോക്കണേ, മാമയുടെ തക്കടും മാമയും കൂടി ഒളിച്ചു കളി കളിക്കാണ്. എന്റെ മമ്മിയുടെ ഒപ്പം എനിക്കൊരു വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ട്. പക്ഷെ മമ്മീനെ എല്ലാരും കടന്ന് ഉരുട്ടി വിടുകയാണ് ഗൈസ്. എന്താണ് കൊറേ എടുത്തില്ലേ ഫോട്ടോ? മതി. എന്റെ മമ്മീനെ എനിക്കൊന്ന് കിട്ടുവോ? അയ്യോ ഗൈസ് ക്ഷീണിച്ചു. എന്റെ കൊത്തിരി പണിയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ മമ്മി അങ്ങനെയൊക്കെ കിടന്നു കേട്ടോ. മമ്മിക്ക് ആകെ വയ്യ, പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ, പിന്നെ എന്നെ ആലോചിച്ചിട്ട് കൂടുതൽ, കാരണം എനിക്കും വയ്യല്ലോ. അപ്പം അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മമ്മി ആകെ ടയേർഡാണ് ഗൈസ്. മമ്മിക്ക് ആകെ വയ്യ. അപ്പോൾ മമ്മി അങ്ങനെ കിടന്നു. ഞാനിനി കിടക്കാൻ പോവാണ്. എല്ലാവരും അങ്ങനെ ഓരോ സൈഡായി ഗൈസ്. എൻ്റെ മമ്മി ഭാഗം കിടന്നോട്ടെ. ഹലോ. അപ്പം അങ്ങനെ നമ്മളുടെ ഓണം പകുതിയൊക്കെ നമ്മൾ എന്തൊക്കെയോ ചെയ്തു, പിന്നെ അതൊക്കെ അങ്ങോട്ട് ഫ്ലോപ്പായിട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഉണ്ണിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് മെൻ്റലി വയ്യ, പിന്നെ എനിക്ക് ഈ ചെവിവേദനയൊന്നും മാറാത്തതുകൊണ്ട് എനിക്ക് വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ എനിക്കും വലിയ സുഖമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇവരൊക്കെ പാടത്തേക്ക് പോവുക. ഇവിടെ മണിയമ്പാറയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചടങ്ങാണ് കേട്ടോ പാടത്തേക്ക് പോക്ക്. അപ്പോൾ അതുകൊണ്ട് പാടത്തേക്ക് വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് പോവാണ്, ചുമ്മാ പോവാണ്. ഗൈസ് ഇങ്ങനെയൊക്കെയാണ് വീഡിയോയില് വരും. ഗൈസ് ഇങ്ങനെയൊക്കെയാണ് വീഡിയോയിൽ വരുമ്പോൾ മാത്രം ഹലോ മേമേന്നാണ്. തനി സ്വഭാവം ഇതാണ്, ശരിക്കുള്ള നാച്ചുറൽ സ്വഭാവം ഇതൊക്കെയാണ് കേട്ടോ. വിക്കിയുടെ നടക്കണണ്ട. പണ്ട് വിക്കി ചെറുപ്പത്തിലൊക്കെ നാട്ടിലായിരുന്നു കേട്ടോ. പിന്നെയാണ് അവര് ചെന്നൈ പോയി സെറ്റിൽഡ് ആയത്. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. മറ്റേ ഈ ഇല പൊട്ടിച്ചൊക്കെ വൈഫിന്റെ അടുത്ത് പറയുന്നു. വൈഫ് എപ്പോഴാണ് ചെവിടടിച്ചൊന്ന് കൊടുക്കുക. മതിയടാ നിന്റെ ഈ വക പൊട്ട. എപ്പൊ വന്നാലും ഈ പാടത്തേക്ക് പോകണ വല്ല നേർച്ചുണ്ടടാ. അതെ, നമ്മളെ കളിച്ച് നടന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോണെന്ന് അറിയാം, പാടത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഉണ്ണി വന്നിട്ട്, ഉണ്ണിക്ക് വയ്യാത്തോണ്ട് വന്നില്ല. പവി ചേച്ചി, അപ്പൊ ഞാൻ ഈ ഇത് വെച്ച് എന്താ വെച്ചാൽ ഉണ്ണിക്ക് വയ്യാത്തോണ്ട് അമ്മച്ചൻ ഊതും. അപ്പൊ അമ്മച്ചൻ ഊതായിരുന്നു. അപ്പൊ എനിക്ക് ഇത്തിരി ബസ് മട്ടന്നാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് നടക്കാൻ വയ്യ വേണ്ടി ഞാൻ അവിടെ നിന്നതാട്ടോ. ഇവൻ എന്നെ ദുഃഖിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ അവനുണ്ട് എന്നെ ഉപ്പുമൂട്ട കയറ്റാന്ന്. വേണ്ട, ബാക്കിലേക്ക് നടന്നു വരുന്നുണ്ട്. ഇങ്ങനെ നെറ്റില് കുരു വരെ ഞാൻ എന്ത് പാപ ചെയ്ത്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ആക്കുമ്പോ ഇതൊക്കെ എന്ത് വേദന അറിയോ? എങ്ങനെയാണോ അങ്ങനെ വന്നത്? ഇടൊന്നും കവളൊന്നുമില്ല അത്ര. ഇവിടെയാണ് ക്ലാരിറ്റിയില്ലേ? വാവ്, നല്ല ക്ലാരിറ്റി. പച്ചാ സ്റ്റോപ്പ്. ആ പൂ പറിച്ചു തരുമോ? എന്റെ ലവറാണ്. പറിച്ചടി എന്ത് പറിച്ച ഒരു സ്നേഹല്ലേ എന്റെ ലവറിന്. ഇതൊന്ന് കക്കട പോലെ പറഞ്ഞു. ഇത് തോട്ട് ഐ മീൻ ഇത് കാട്ടത്ത് പൂവാണ്. ഉടുതുണി ഇല്ലാണ്ടാണ് വീഡിയോ എടുക്കണ ചോദിച്ചേ. എനിക്ക് വെറുപ്പ്.
എന്ത് എന്തൊക്കെയാ പറയുന്നത് ഗായ്സ് ഇവിടെ? മറ്റൊരു ടോപ്പിക്കാണ്. അത് വേറെ ടോപ്പിക്കാണ്. ഓക്കെ ഗൈസ് ബൈ. ഇങ്ങനെയാണോ എന്ത്? ഓക്കെ ഓക്കെ ഐ എം ഇംഗ്ലീഷ്. അയ്യോ എന്നെ ചവിട്ടും. നച്ചുവിനെ വിട്, അവള് ഇവിടത്തെ കുട്ടിയല്ലേ. ഓക്കെ ഗൈസ് ആ ഇത് ഇവിടെ നിന്നാണ് വീണ്. പറഞ്ഞു ഞാനായി ആദ്യം. പറഞ്ഞു ഞാനാണ് ഗൈസ് ഫസ്റ്റ്. പിന്നെ ആന്റി നമ്മുടെ വയ്യാണ്ട് കിടക്കാന്ന് പറഞ്ഞില്ലേ, കാല് എന്തോ ഒടിഞ്ഞിട്ട്. അപ്പൊ അതാ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആന്റി വീണത്. സോ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. എനിക്കാരും പേടിയില്ല അമ്മേ. ഇതിന് വല്ല പാമ്പ് വന്ന നല്ല രസമുണ്ടാവും. നമ്മൾ ഗൈസ് ശരി, ഫോണും ഇതും കൂടി എനിക്ക് ഇതാക്കാൻ പറ്റില്ല. ബൈ ബൈ. അയ്യോ ഇറങ്ങായിരുന്നൂലേ, ഇറങ്ങായിരുന്നൂലേ, ഡ്രസ് ഇല്ലല്ലോ. മിക്കി ഇറങ്ങി കാണുമ്പോ ഒരു കൊതിയിട്ടാ. ആ ട്രൗസർ ഇട്ടാ വെള്ളം നനയ്ക്കണ്ട. വിക്കി പോണ നോക്ക്. വിക്കി 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 ഡേ വിക്കി ഇങ്ങോട്ട് നോക്ക്. ആ പോട്ടൻ നോക്കെന്താ നോക്ക്. ആ വിക്കിനെ വിളിക്ക്. ഞാനും എന്റെ ട്രൗസർ. വിക്കി അതിനെ വിളിക്ക്. വാവേ വാവിക്ക് ചെവി കേൾക്കണില്ലേ? എത്ര നേരം വിളിക്കണേ? നല്ല സുഖല്ലേ? ഒരു മുണ്ടെടുത്തിരിക്കണല്ലേ? ഇത് എടാ വിക്കി, ഇത് അറിഞ്ഞാൽ മേമ ഡ്രസ് എടുത്തിണ്ടാവും. ഡ്രസ് എടുത്തിണ്ടാവും. നല്ല സുഖം. ഇത് ഡ്രസ് നനയ്ക്കാൻ വയ്യ. അതാ കുറ്റങ്ങളെ എല്ലാം കൂടി ഇറങ്ങിട്ടോ. നല്ല അത്ര വിളിക്കുന്നില്ല. എന്താന്ന് എന്തൊക്കെ കണ്ടോ? കണ്ടോ ഒരാള് നിന്ന് നോക്കണുണ്ട്. മറ്റേ ജയ് ഇറങ്ങിയിട്ടില്ല കേട്ടോ. മറ്റേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ ഓ വേണ അതെ ശരി. ഗൈസ് അപ്പൊ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. കുളിയല്ല, ജസ്റ്റ് നീരാട്ടം കഴിഞ്ഞിട്ട് വന്നു. അങ്ങനെയാണ് പറയുക. ആ മമ്മി എല്ലാവരും അവിടെ നടന്നു ഗൈസ്. ഇവിടെയൊക്കെ പട്ടികളാണ്. പട്ടികളുടെ ശല്യം. മമ്മീനെ കാണിച്ചു തരാം. കണ്ടോ നന്നെ കുളിച്ചിരിക്കുന്നു. നിക്കേട്ടൻ ഏട്ടന്റെ ടീഷർട്ട് ഇട്ടോളാൻ പറഞ്ഞു. മമ്മി ഒന്നും നോക്കിയില്ല, വേഗം അപ്പുറത്ത് എവിടെ പോയിട്ട് മാറി. കണ്ടോ സൂപ്പർമാൻ. എന്റെ സ്കേർട്ട് മാത്രം നനയത്തുള്ളൂ, ബാക്കി നന്നെ കേട്ടോ. അയ്യോ ഗൈസ് അവിടുത്തെ പട്ടികളെ ചെക്കന്മാർ വരെ പേടിച്ചു. അങ്ങനത്തെ പട്ടികൾ. എന്റെ ചെരുപ്പ് സീനാണ് കേട്ടോ. നല്ല ഓട് പിന്നാലെ വരണേ. മാമ വാങ്ങിട്ട് വരും. ഇവിടെ ഇരിക്കും. പൈസ കൊടുത്തിട്ട് വരാം. നിക്ക് വരും. അപ്പോൾ ഞങ്ങൾ ഉണ്ണിക്ക് ടാബ്ലറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാട്ടോ. ഉണ്ണിക്ക് നല്ല പനിക്കണമുണ്ട്, നല്ല തൊണ്ടവേദനയുണ്ട്. അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു മരുന്ന്, തൊണ്ടവേദനയുടെ മരുന്ന് വാങ്ങിച്ചിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊടുക്കാമെന്ന്. മറ്റെന്താ പറയുക,
എന്താ വിക്കിയോട് വാങ്ങിയിട്ട് വരാനാ പറഞ്ഞു. വിക്കിക്ക് പിന്നെ അവൻ്റെ കൂടെ ആരെങ്കിലും ഒന്ന് വേണം. അപ്പോൾ കണ്ണൻ എന്താ കണ്ണപ്പൻ ഇരിക്കണ്ട ഇവിടെ. കണ്ണൻ വന്നാലും കയറി മേമേ പറഞ്ഞിട്ട് ഞാനും കയറി. അമ്മച്ചൻ്റെ അവിടെ ഉണ്ടോ ഒരു എന്താ പറയുക, ഇവിടെ ഒരു മില്ലുണ്ട്, അവിടെ എണ്ണ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞിട്ട് നേരെ കളപ്പാറ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് വരും. തക്കുടു ഉണ്ട് കേട്ടോ. തക്കുടു നല്ല പ്രകൃതിയായിട്ടോ തക്കുടു. പണ്ടത്തെ തക്കുടുവിനെ കണ്ടവർക്ക് മനസ്സിലാവും. ഇത് നമ്മളുടെ വീഡിയോയിൽ ആരോ കമന്റ് ഇട്ടിരുന്നു ഓൾഡ് തക്കുടുവിനെ മിസ് ചെയ്യണമെന്ന്. ഞങ്ങളും മിസ് ചെയ്യുന്നുണ്ട് ഓൾഡ് തക്കുടുവിനെ. അതെവിടെ പോയെന്ന് ഒരു പിടിയില്ല. ഇത് പറഞ്ഞ വികൃതി തക്കുടു, പറഞ്ഞ കേക്കില്ല ഒന്നും. ഹലോ, അമ്മച്ചന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള സ്ഥലമുണ്ടത് നമ്മുടെ മണിയമ്പാറയാണ്. കണ്ടോ? വാങ്ങാൻ പറഞ്ഞ ഓക്കെ, ഇതാ അമ്മച്ചന്റെ. അപ്പോ ഇതാണ് നമ്മളുടെ അമ്മച്ചന്റെ തട്ടകം മണിയൻ പാറ. സുന്ദരൻ വിക്കി, സുന്ദര ഈ സുന്ദരനെ എന്നെയും കയറ്റിക്കൊണ്ട് വന്നതാ.